guys. ശരിക്കും ഹലോ ഗൈസ് പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ വണക്കം മക്കളെ ആയിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിപ്പോഴത് തമിഴ്നാട്ടിലല്ലേ. തമിഴ്നാട് കോയമ്പത്തൂരിൽ ഒരു എക്സ്പോ വന്നിട്ടുണ്ട്, മറൈൻ എക്സ്പോ എന്ന് പറഞ്ഞിട്ട്. ഒരാൾക്ക് 150 റുപ്പീസ് ചാർജാണ് വരുന്നത്. എറണാകുളത്ത് വന്നപ്പോഴേ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇനി കോയമ്പത്തൂർ വന്നിട്ട് മിസ് ചെയ്യേണ്ടെന്നുള്ളത് കൊണ്ട് അറിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഞാൻ ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറി. കോയമ്പത്തൂർ പീലുമേടുള്ള കൊടീശ്യ ഗ്രൗണ്ടിലാണ് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. മോർണിംഗ് ഒരു 11 o'clock സ്റ്റാർട്ട് ചെയ്ത് നൈറ്റ് ഒരു 10 o'clock വരേക്കും മാത്രമേ ഇതുള്ളൂ. ജൂൺ 1-ാം തീയതി തൊട്ട് ജൂൺ 30-ാം തീയതി വരെ ഇതിവിടെ ഉണ്ടാകുന്നതാണ് ആ പൈസ എണ്ണ ചേച്ചി ഞങ്ങളടുത്ത് പറഞ്ഞത്. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഫസ്റ്റ് നീരാളി എൻട്രി കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് വരുന്ന ഈ ഭാഗമാണ് ഈ ബേർഡ്സിന്റെ ഇത് വരുന്നത്. ബേർഡ്സിന്റെ ഇതല്ലാണ്ട് നമുക്ക് ബേർഡ്സിന്റെ കയ്യിൽ പിടിച്ച് നടക്കുകയൊക്കെ ചെയ്യാം. അതല്ലാണ്ട് നമുക്ക് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ കണ്ടില്ലേ ഈ ഇഗ്വാന, പിന്നെ ഒരു വൈറ്റ് പാമ്പൊക്കെ ഉണ്ട്, അതിന്റെയൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം. അതിന്റെ കയ്യിലൊക്കെ പിടിച്ചിട്ടുള്ള ഫോട്ടോ എടുക്കണമെങ്കിൽ അവർ പറഞ്ഞ് 100 രൂപ ചാർജ് ആകും. ഞങ്ങൾ അത് വേണ്ടാന്നും പറഞ്ഞ് അടുത്ത സെക്ഷനിലോട്ട് പോയി. അടുത്ത സെക്ഷൻ വരുന്ന ഈ കാണുന്ന ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിന്റെ. ഫ്ലവേഴ്സ് കണ്ടപ്പോൾ അത്ര വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. പക്ഷെ ആ ബട്ടർഫ്ലൈനെ ഒന്ന് തൊട്ട് നോക്കണം എന്നുണ്ടായിരുന്നു. ഇതെന്താ ഈ കണ്ണിൻ്റെ അടുത്തൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടി എനിക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഫ്ലവർ എൻട്രി കഴിഞ്ഞാൽ അടുത്തത് വരുന്ന ഈ ഒരു റോബോ കുട്ടിൻ്റെ അടുത്തോട്ട്. ഇതിനെ ആദ്യം കണ്ടപ്പോൾ ഒന്ന് പേടിയായെങ്കിൽ നമ്മളെ ഈ പട്ടിയൊക്കെ കാത്തിരിക്കത്തില്ലേ വീട്ടിൽ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിയിട്ട്, അതുപോലെ കണ്ടപ്പോൾ ഒന്ന് പേടിയായെങ്കിൽ പിന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടു. റോബോ സെക്ഷൻ കഴിഞ്ഞ ഉടനെയാണ് ഈ ഒരു ഫോട്ടോ സെക്ഷൻ വരുന്നത്, നമ്മുടെ ഊഞ്ഞാലിൻ്റെ ഫോട്ടോ സെക്ഷൻ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത സെഷൻ വരുന്നത് ഈ മത്സ്യകന്യകയുടെ സെഷൻ ആയിരുന്നു. ഇതെന്താ ഈ മത്സ്യകന്യക മാത്രമേ ഉള്ളൂ, മത്സ്യകന്യകൻ ഇല്ലേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അവർ വീക്കെൻഡ്സിൽ മാത്രമേ മത്സ്യകന്യകനെ വെക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഈ മത്സ്യകന്യക്കെ കണ്ടപ്പോൾ ഗോകുലിന്റെ ചിരിയും സന്തോഷവും കണ്ടോ. ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ മത്സ്യകന്യയുടെ ഡ്രസ്സ് ചെറുതായി ഒന്ന് താഴേക്ക് വന്നിരുന്നു. അത് ഞങ്ങളുടെ വീഡിയോയിൽ പെടുകയും ചെയ്ത്, പക്ഷെ ഞാൻ അപ്പം തന്നെ ഒന്ന് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ മത്സ്യകന്യൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള എൻട്രിയാണ് നമ്മുടെ ഫിഷിൻ്റെ ഒക്കെ എൻട്രി. ആദ്യമൊക്കെ കാണുമ്പോൾ ഓരോ ചില്ലുകൂട്ടിൽ ഇങ്ങനെ അടുക്കി വെച്ച ഫിഷിനെ മാത്രമേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് വലിയൊരു എൻട്രി ഉണ്ട്. ആ എൻട്രി വഴി നമ്മൾ ഉള്ളോട്ട് പോണ സമയത്തായിരുന്നു നമ്മുടെ ചുറ്റിലുമൊക്കെ ഒരുപാട് ഫിഷ് ഉണ്ടായിരുന്നത്. ഈ കാണുന്ന കുഞ്ഞമീനുകളെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് കുഞ്ഞമീനുകൾ. ഈ കാണുന്ന വഴിയാണ് ഞാൻ പറഞ്ഞ ആ എൻട്രി. അതായത് നമ്മുടെ കടലിന്റെ ഉൾവശം കാണുന്നത് പോലെ ഒരു ഇത്. അത്രയൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും അടിപൊളിയായിരുന്നു. പിന്നെ ഇതിനെപ്പറ്റി കുറ്റം പറയാൻ ഞാൻ ഇതിനു മുന്നേ കടലിനുള്ളിലൊന്നും പോയിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട് ഇതിൽ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് മീനുകളെ കാണാമായിരുന്നു. അതായത് വലിയ വലിയ മീനുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സെക്ഷനിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത് ആ കളർഫുൾ ആയിട്ടുള്ള കുഞ്ഞമീനുകളെ കാണുന്ന ആ ഒരു ഫസ്റ്റ് വ്യൂ ആയിരുന്നു. മറൈൻ എക്സ്പോ ആയതുകൊണ്ട് എന്തെങ്കിലും സ്മെല്ലൊക്കെ ഉണ്ടാവുമോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാതെ അവർ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ കൊണ്ടു നടന്ന്. ഈ ഫിഷുകളുടെ സെക്ഷൻ കഴിഞ്ഞ ഉടനെ അടുത്ത് നമുക്ക് വരുന്നത് നമ്മുടെ ഈ കട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സെക്ഷനായിരുന്നു. അതായത് കട്ടിൽ, പിന്നെ നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള സോഫ, ചെയേഴ്സ്, പിന്നെ ഷെൽഫുകൾ, അതിൻ്റെയൊക്കെ എക്സ്പോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ ബുക്സിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ ഞാനൊരു ബുക്ക് മേടിച്ച്. ഈ കാണുന്ന രാമായണൻ്റെ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാധവിക്കുട്ടിയുടെ വേറൊരു ബുക്കായിരുന്നു ഞാൻ മേടിച്ചത്. അത് കഴിഞ്ഞ് അടുത്ത സെക്ഷനിലോട്ട് പോകുമ്പോൾ വന്നത് നമ്മൾ കുറേ ഡ്രസ്സിൻ്റെ ഒക്കെ, അതേപോലെ ഒരുപാട് ഇതുപോലത്തെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പർച്ചേസിങ് സ്റ്റോൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ കുറച്ച് അധികം തന്നെ ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ 2 ഗ്ലാസും വാങ്ങിച്ച്. പിന്നെ നമുക്ക് വീട്ടിൽ വേണ്ട ഈ കുഞ്ഞു കുഞ്ഞു അൽക്കുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഉടനെയാണ് ഈ ഫുഡ് സെക്ഷൻ വരുന്നത്. ഫുഡ് സെക്ഷൻ കഴിഞ്ഞ ഉടനെ പുറത്തോട്ട് വരുമ്പോഴാണ് നമുക്ക് ഈ ആകാശത്തൊട്ടിലും അതേപോലെ തന്നെ ഗെയിം ഏരിയ ഒക്കെ ഇവിടെയാണ് വരുന്നത്. പിന്നെ എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര ധൈര്യം ആയതുകൊണ്ട് ഞാൻ ഇതിലൊന്നും കയറാൻ നിന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ പാക്കലാം ഗൈസ്. ടാറ്റാ, ബൈ ബൈ.